വീട്ടിലേക്കുള്ള പ്രവേശന വഴിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ അടക്കമുള്ളവർക്ക് അധ്യാപിക കൂടിയായ വീട്ടമ്മ പരാതി നൽകി. നീണ്ടൂർ ബിജു വിലാസത്തിൽ ലജി ഭാസ്കറാണ് കളക്ടർക്ക് പരാതി നൽകിയത്. നീണ്ടൂർ പഞ്ചായത്ത് അധികൃതർ കണ്ണടച്ചതോടെയാണ് പ്രശ്നപരിഹാരത്തിന് സഹായം തേടി ഇവർ പോലീസിന്റെയും കളക്ടറുടെയും മുന്നിൽ പരാതിയുമായി എത്തിയത്. നീണ്ടൂർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ താമസിക്കുന്ന കുടുംബം പഞ്ചായത്ത് മെമ്പർ തോമസ് ജോസഫിനും പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കളക്ടറുടെ മുന്നിലെത്തിയത്. എൻ്റെ വീട് ഈ പോകുന്ന വഴിയുടെ അങ്ങ് അറ്റത്തായിട്ടാണ്. ഇതിപ്പോൾ ഒരു 3-4 വർഷമായിട്ട് വെള്ളം ഇതുപോലെ കെട്ടിക്കിടക്കുകയാണ്. പഞ്ചായത്തിൻ്റെ ഈ ഒരു റോഡ് കൺസ്ട്രക്ഷൻ കാരണം പറ്റിയതാണ്. ഓട അടഞ്ഞു പോയി. ഈ വെള്ളം ഇതുവഴി വേണം പോകാൻ. ഈ വെള്ളം ഏത് സമയം ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുക ചെയ്യുന്നത്. അതിൽ നിന്ന് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. നന്നായിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷനും എല്ലാം വരുന്നു. പിന്നെ കൊതുകിൻ്റെ പ്രശ്നം എല്ലാം ഉണ്ട്. അത് ഒരു 3 വർഷമായിട്ട് ഇങ്ങനെയാണ്. ഞാൻ പഞ്ചായത്തിൽ അറിയിച്ചു. റിട്ടേൺ കംപ്ലൈൻ്റ് ആയിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ 2 മാസമേ ആയുള്ളൂ. എന്നിട്ടും ആക്ഷനൊന്നുമില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു 10,000 റുപ്പീസ് ഫണ്ട് അനുവദിച്ചു എന്ന് കേട്ടു. മെമ്പറിനെ കോൺടാക്ട് ചെയ്തിട്ട് എടുക്കുന്നില്ല. പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു, ഏറ്റുമാനൂർ. അവർ ഫോർവേഡ് ചെയ്തത് കളക്ടറിൻ്റെ അവിടെ ചെന്ന് പരാതി കൊടുക്കാനാണ്. അങ്ങനെ അതും കൊടുത്തിട്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു സൊല്യൂഷനും കണ്ടെത്തി തരുന്നില്ല പഞ്ചായത്തുകാർ. വീടിനോട് ചേർന്നുള്ള റോഡ് മണ്ണിട്ട് ഉയർത്തി നടത്തിയ നിർമ്മാണത്തിലെ അപാകത മൂലം ഓടയിലേക്കുള്ള നീരൊഴുക്ക് നിലച്ചിരിക്കുകയാണ്. ഓട നിർമ്മാണത്തിനിടയിൽ നടത്തിയ കോൺക്രീറ്റിംഗ് ആണ് നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒഴിവാക്കിയാൽ വെള്ളക്കെട്ട് ഒഴിവാകുമെന്നും ജലജന്യ രോഗ ഭീഷണി ഒഴിവാകുമെന്നും വീട്ടമ്മ പറയുന്നു.